IPL 2026 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഒരു ദുസ്വപ്നം പോലെയാണ്. കളിച്ച 6 മത്സരങ്ങളിൽ 5ലും തോൽവി, ഒരെണ്ണം മഴ മൂലം ഉപേക്ഷിച്ചു. പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ. ആരാധകർ കലിപ്പിലാണ്, വിമർശകർ ടീമിനെ കീറിമുറിക്കുന്നു. ഇതിനിടയിലാണ് ടീം ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ഒരു പത്രസമ്മേളനത്തിനെത്തുന്നത്. അവിടെ നടന്ന ഒരു അപ്രതീക്ഷിത സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. സാധാരണയായി ടീം തുടർച്ചയായി തോൽക്കുമ്പോൾ ക്യാപ്റ്റന്മാർക്ക് നേരെ വരുന്നത് കടുത്ത ചോദ്യങ്ങളായിരിക്കും. എന്തുകൊണ്ട് തോറ്റു, ക്യാപ്റ്റൻസി മാറുമോ എന്നിങ്ങനെ. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഒരു മാധ്യമപ്രവർത്തകർ രഹാനെയോട് പറഞ്ഞു, ആദ്യം തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അഭിനന്ദനങ്ങൾ. തുടർച്ചയായ തോൽവികൾക്കിടയിൽ ഇത്തരമൊരു അഭിനന്ദനം രഹാനെയെപ്പോലും അമ്പരപ്പിച്ചു. ഒരു ചെറിയ ചിരിയോടെ അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: വളരെ നന്ദി മാഡം, ഒടുവിൽ ആരെങ്കിലും എൻ്റെ കഠിനാധ്വാനത്തിനെ അഭിനന്ദിച്ചല്ലോ. ഗുജറാത്ത് ടൈറ്റൻസിനോട് 5 വിക്കറ്റിന് തോറ്റതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് രഹാനെ വളരെ വ്യക്തമായി സംസാരിച്ചു. തൻ്റെ ടീമിലെ പേസ് ബൗളർമാർക്ക് അനുഭവസമ്പത്ത് കുറവാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. വൈഭവ് അറോറ, കാർത്തിക് ത്യാഗി, അനുകൂൾ റോയ് എന്നിവർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാത്തത് തിരിച്ചടിയാകുന്നു. 25 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച കാമറൂൺ ഗ്രീൻ ക്രാംസ് മൂലം ബുദ്ധിമുട്ടിയതും ടീമിന് തിരിച്ചടിയായി. ശുഭ്മാൻ ഗില്ലിനെയും സായ് സുദർശനെയും പോലുള്ള മികച്ച താരങ്ങൾക്കെതിരെ പവർ പ്ലേയിൽ പന്തെറിയുക എന്നത് ഈ യുവതാരങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണെന്ന് രഹാനെ ചൂണ്ടിക്കാട്ടി. പക്ഷേ രഹാനെ തളരാൻ തയ്യാറല്ല. അദ്ദേഹം മാതൃകയാക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണ്. 2014 തുടർച്ചയായി 5 തോൽവികൾക്ക് ശേഷം പ്ലേ ഓഫിൽ കടന്ന മുംബൈയുടെ ചരിത്രം രഹാനെ ഓർമ്മിപ്പിച്ചു. നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പോസിറ്റീവായി ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഇനിയും പ്രതീക്ഷയുണ്ട്. രഹാനയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് KKR ഇപ്പോൾ ശ്രമിക്കുന്നത്. വിമർശനങ്ങൾക്കിടയിലും തളരാത്ത അജിങ്ക്യ രഹാനെയുടെ ഈ പോസിറ്റീവ് മനോഭാവത്തെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. KKR ആരാധകർ കാത്തിരിക്കുകയാണ് ആ പഴയ നൈറ്റ് റൈഡേഴ്സ് തിരിച്ചു വരുന്നതിനായി. രഹാനെയ്ക്കും കൂട്ടർക്കും ഈ സീസണിൽ ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ? കാത്തിരിക്കാം.